നല്ല സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റാഗി ഇഡലിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പച്ചരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചരിക്ക് പകരമായിട്ട് ഇഡ്ഡലി റൈസും എടുക്കാവുന്നതാണ്. ഇനി വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കഴുകിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു റാഗിയും അതുപോലെ തന്നെ പച്ചരിയാണ് കഴുകിയിട്ട് എടുക്കുന്നത്. ഇതിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം വേണം കേട്ടോ ഇതൊന്ന് കഴുകിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്നും ഇട്ടിട്ട് കഴുകിയിട്ടൊക്കെ എടുക്കാം. പക്ഷേ ഉഴുന്ന് നമ്മൾ ഒരുപാട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. ഉഴുന്നൊരു 2-3 പ്രാവശ്യം മാത്രമേ കഴുകിയെടുക്കാവൂ. ഒരുപാട് നേരം നമ്മൾ തിരുമ്മി കഴുകിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി നല്ലോണം അങ്ങനെ സ്പോഞ്ച് ആയിട്ട് വരില്ല, പിന്നെ പൊങ്ങിയിട്ടും വരില്ല കേട്ടോ. അപ്പോൾ അധികം നമ്മൾ ഉഴുന്ന് കഴുകിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉഴുന്ന് കഴുകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് ഒരു 4-5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കാട്ടെ. എന്നാലാണ് ഈ ഒരു റാഗിയൊക്കെ നല്ലോണം തന്നെ കുതിർന്നിട്ട് നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഒരു 5 മണിക്കൂറിന് ശേഷം ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് കുതിർന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവലൊന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഴുകി എടുത്തിട്ടുള്ള അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു അവൽ നല്ലോണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇഡ്ഡലി. അപ്പോൾ അവലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അവലൊക്കെ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചിട്ടെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ മിക്സി ജാറിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുതിർക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ ഇതൊക്കെ അരച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഒരു കുതിർത്ത വെള്ളം കളയണ്ട, അതിൽ അരച്ചിട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ അരച്ചിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വലിയൊരു പാത്രത്തിലേക്ക് വേണം കേട്ടോ അത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ മിക്സി ജാറിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുതിർക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഇല്ല. അപ്പോൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഒത്തിരി ലൂസായിട്ടൊന്നും എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കിത് വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല, ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു മാവിൻ്റെ കട്ടിയിൽ വേണം ഇത് നമ്മൾ അരച്ചിട്ടെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മാവ് ഒരു 8 മണിക്കൂർ ഒന്ന് പുളിക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് തലേദിവസം രാത്രിയിലാണ് മാവ് അരച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ രാത്രിയിൽ തന്നെയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇതെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. മാവൊക്കെ നല്ലോണം തന്നെ പതഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ കട്ടി കൂടുതലാണെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇഡ്ഡലി വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റോ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ ഒരല്പം വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശക്കല്ലിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്